ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൽ ഡി സിയെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള വിശകലനമാണ്. അപ്പോൾ അതിൽ തന്നെ ടേബിളായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എൽ ഡി സി അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം ഒരു താരതമ്യം കൊടുത്തിട്ടുണ്ട്. അതിൽ 2010 13,54,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 2013 അത് 15 ലക്ഷമായി, 2016 അത് 17 ലക്ഷമായി, 2019 17,88,000 ഇപ്പോൾ 2023 വരുമ്പോഴേക്കും 12,95,446 പേര് മാത്രമേ ഉള്ളൂ. ഏകദേശം 4.25 ലക്ഷം ആൾക്കാരുടെ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുറവിൻ്റെ കാരണങ്ങളും ഇവർ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഉദ്യോഗാർത്ഥികൾ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനം തേടിപ്പോകുന്നൊരവസ്ഥ. പിന്നെ ഇവിടെ തന്നെ പ്രിലിംസ് മെയിൻസ് സിസ്റ്റം വന്നതുകൊണ്ട് ഉണ്ടായ കാലതാമസം, ജോലി കിട്ടാൻ എടുക്കുന്ന കാലതാമസം. പിന്നെ ഒരുപാട് പേർക്ക് ഈ ആക്റ്റീവായിട്ട് പി എസ് സി നോക്കുന്നവർക്ക് ഏജ് ഓവറായൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാം 2019 വന്നിട്ട് പിന്നെ വരുന്നത് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയകാലഘട്ടം 2023 ഡിസംബറിലാണ് പിന്നെ വരുന്നത്. ആ ഒരു സമയകാലത്ത് ഒരുപാട് പേര് പുറത്തിട്ട് ആക്റ്റീവായിട്ട് നോക്കുന്നവർ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും 12,95,000 ആൾക്കാർ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറവാണ്. എൽ ഡി സി ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 18 ലക്ഷത്തോളം ആൾക്കാർ പ്രതീക്ഷിച്ചെടുത്ത് ഇപ്പോൾ തന്നെ ഒരു 6 ലക്ഷത്തിൻ്റെ കുറവ് അവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ പറഞ്ഞു 17,58,000 ആൾക്കാരാണ് അത് അപ്ലൈ ചെയ്തവരാണ്. കൺഫർമേഷൻ നൽകിയവർ ഏകദേശം 5 ലക്ഷം ആൾക്കാർ കൺഫർമേഷൻ നൽകിയിട്ടില്ലായിരുന്നു. 12 ലക്ഷം ആൾക്കാർ മാത്രമേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഫർമേഷൻ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ അത്രത്തോളം ആൾക്കാർ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ സിസ്റ്റം ഇത്തവണയും ആവർത്തിച്ച് കഴിഞ്ഞാൽ ഏകദേശം 7-8 ലക്ഷം ആൾക്കാർ മാത്രമാണ് എൽ ഡി സി പരീക്ഷ ഉണ്ടാവുക. അത് വലിയ ഒരു കുറവ് തന്നെയാണ്. ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാരുടെ കുറവ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് വിദേശത്ത് രാജ്യങ്ങളിൽ ഒരുപാട് കുട്ടികൾ പോയി പഠിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ഈ കാലതാമസം, പി എസ് സി നേരിടുന്ന ഒരുപാട് കാലതാമസങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എങ്കിലും ആക്റ്റീവായിട്ട് നോക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു അവസരമാണ്. അതാണ് പറയുന്നത്. ആക്റ്റീവായിട്ട് പി എസ് സി നോക്കുന്നവർക്ക്, മീൻസ് എൽ ഡി ക്ലർക്ക് നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. എൽ ഡി ക്ലർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ എൻട്രി ലെവൽ പോസ്റ്റാണ്. നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചുകൊണ്ട് നിങ്ങൾ എൽ ഡി ക്ലർക്ക് ആണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ കയറുന്നത്, ഇപ്പം BEd ഉള്ള അല്ലെങ്കിൽ അധ്യാപകരാവാൻ യോഗ്യതയുള്ള ആൾക്കാർ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ഡി ക്ലർക്കായി കയറിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് വഴി അടുത്തൊരു ടീച്ചർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ടീച്ചറായി മാറാനുള്ള അവസരം കിട്ടുന്നുണ്ട്. അതിൽ ടെക്നിക്കലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിക്കഴിഞ്ഞാൽ PWഡിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അവർ ടെക്നിക്കലായിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ ഓവർസിയറായിട്ടും AE ആയിട്ടും ഒക്കെ മാറാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എൽ ഡി ക്ലർക്ക് ഒരു ക്ലർക്ക് തസ്തികയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനിയല്ല, നോർമലായിട്ട് തന്നെ അതിന് സ്ഥാനക്കയറ്റം നൽകി ഇപ്പോൾ റവന്യൂയിലൊക്കെയാണ് വില്ലേജ് ഓഫീസർ, അഡീഷണൽ തഹസിൽദാർ അങ്ങനെ കയറി പോകുന്നുണ്ട്. അതല്ലാതെ നിങ്ങളുടെ തന്നെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്കത് മാറി തസ്തിക മാറ്റം വരുത്താൻ പറ്റുന്ന ഏത് പോസ്റ്റാണെങ്കിൽ പറ്റും. പക്ഷേ എൽ ഡി ക്ലർക്കാണ് അങ്ങനെ തുടങ്ങി നമുക്ക് എൻട്രി ലെവൽ പോസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി പരീക്ഷ കാണുന്നവർക്ക് ഒരു അവസരം തന്നെയാണ് ഈ ആൾക്കാർ കുറയുന്നത്, അതിലൊരു സംശയമില്ല. പിന്നെ ഇതിൻ്റെ വേക്കൻസിയെക്കുറിച്ച് പി എസ് സി കൃത്യമായിട്ട് പറയുന്നുണ്ട്. പി എസ് സി മീൻസ് ഈ ഒരു തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്. അത് 2010 15,357 ആൾക്കാരെ ഇതിൽ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. 2013 അത് 12,181 16 12,069 പേരാണ്. 2019 ഇതുവരെ ഏകദേശം 1.5 കൊല്ലമായി ലിസ്റ്റ് വന്നിട്ട് 5,819 നിയമന ശുപാർശകൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം 1.5 കൊല്ലത്തോളം ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 6,000 ശുപാർശകൾ നൽകി കഴിഞ്ഞു, ഓൾമോസ്റ്റ് 6,000 നൽകി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 6,000 കൂടി നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വരാനേ ലാസ്റ്റ് 1.5 വർഷത്തെ ചാൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും 12,000 നിയമന ശുപാർശകൾ പി എസ് സി ഈ വർഷവും അയക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അടുത്ത വർഷത്തേക്കുള്ള ഒരു ഇത് തന്നെയാണ്. അടുത്ത വർഷം ഏകദേശം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു റൗണ്ട് ഫിഗറിൽ. കാരണം ഇപ്പോൾ 2-3 വർഷമായിട്ട് 13, 10, 16, 19 ഈ ഒരു റൗണ്ട്, ഈ ഒരു ഏജിൽ ഈ ഒരു നമ്പറിൽ ഇതിങ്ങനെ കറങ്ങുകയാണ് വേക്കൻസി 12,000 സംതിങ് ഉള്ളത്. അത് തന്നെ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ലിസ്റ്റും ചാൻസ് ഉണ്ട്. 12,000 വേക്കൻസികൾ വരാൻ പോകുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉള്ളത് ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവാണ്. ആക്റ്റീവ് മെമ്പേഴ്സിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് നിർത്തി പോയിട്ടുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ളത് നിങ്ങളുടെ മുമ്പിലാണ്. ഞാൻ പറഞ്ഞ ഏകദേശം കഴിഞ്ഞ വർഷം 5 ലക്ഷത്തോളം ആൾക്കാർ മാത്രം കൺഫർമേഷൻ ഇവിടെ നൽകിയിട്ടില്ല എന്ന കണക്ക് ഇവിടെ നൽകുന്നുണ്ട്. പരീക്ഷ എഴുതുന്നവർ പിന്നെയും കുറയുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഏകദേശം 12 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്തതിൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 5 ലക്ഷത്തോളം ആൾക്കാരെങ്കിലും 4 ലക്ഷത്തോളം ആൾക്കാരെങ്കിലും എന്ത് ചെയ്യും, കൺഫർമേഷൻ നൽകാതെ പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതും ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമാണ് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വാട്സാപ്പിലൂടെയും ടെലഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബ് വഴിയും ടെലഗ്രാം വഴിയും ഞാൻ തരാൻ ചാൻസ് ഉണ്ട്, നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ നമ്മളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ LDCയിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ സഹായിച്ച മെത്തേഡും കാര്യങ്ങളും നോട്ട്ബുക്കൊക്കെ വന്നിട്ട് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും ഒരു നല്ല ന്യൂസ് തന്നെയാണ്. നെഗറ്റീവ് ന്യൂസ് നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ടാവും. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ഷോർട്ട് ലിസ്റ്റുകളും റാങ്ക് ലിസ്റ്റുകളും വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കോളാം. ഇങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും 2025 ഓഗസ്റ്റ് 1 വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കഷ്ടപ്പെട്ട ആളാണ്. 1.5 കൊല്ലം ഉണ്ട്, കറക്റ്റ് 1.5 കൊല്ലം ഉണ്ട്, 1.5 കൊല്ലത്തിന് മുകളിലുണ്ട്. ആ സമയത്ത് വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ ഇപ്പോൾ ഇരുന്ന് പഠിക്കണം. ജൂലൈയിലാണ് പരീക്ഷ നടക്കുന്നത്. PSC ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ജൂലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെറും 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് 6 മാസത്തിൽ ഇരുന്ന് പഠിക്കാനുള്ള സിലബസ് LDയുടെ സിലബസിലുണ്ട്. ഓരോന്നും വിട്ടുപോകാതെ SCRT അടക്കം എടുത്തുകൊണ്ട് പഠിക്കുക. കൃത്യമായിട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വീഡിയോ ഞാൻ ചെയ്തു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്